പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഫാക്ടറായിരുന്നു. കാരണം റാൻഡി ഓർട്ടൻ യഥാർത്ഥത്തിൽ സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെഗ്മെൻറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റോ ഇന്നലത്തെ റോയിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിച്ച് വില്ലനായി മാറിയ റാൻഡി ഓർട്ടൻ്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആ ഒരു ഇൻ്റർവ്യൂ ഉറ്റുനോക്കിയത്. മൈക്കൽ കോളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എന്ന നിലയിലാണ് അവർ ആ ഒരു സെഗ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തത്. എന്നാൽ റാൻഡി ഓർട്ടൻ ആ സെഗ്മെൻറ്റിൽ, ആ 2 മിനിറ്റ് ദൈർഘ്യമുള്ള സെഗ്മെൻറ്റിൽ ഉടനീളം അദ്ദേഹം ഒരു ഫോണിൽ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 3/4 ഭാഗത്തിലധികവും അദ്ദേഹം ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം മൈക്കൽ കോളിനോട് റാൻഡി ഓർട്ടൻ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. താൻ ആരാണെന്ന് തനിക്ക് മനസ്സിലാക്കി തരാൻ ഈ ഫോണിൽ വിളിച്ച വ്യക്തി തന്നെ സഹായിച്ചു എന്നുള്ളത്. കൂടാതെ ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് റെസ്ലിംഗിൽ ഒരു റോയൽ ഫാമിലി മാത്രമല്ല ഉള്ളത്, അതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുള്ള നിലയിലാണ്. അത് കോഡി റോഡ്സിന് കൊടുത്ത ഒരു മറുപടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ച റാൻഡി ഓർട്ടനോട് സംസാരിച്ച ആ ഫോണിലെ മറുവശത്തുള്ള ആ ഒരു വ്യക്തി ആരായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. 2 പേരുകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതിൽ ഒന്ന് സാക്ഷാൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസൺ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല ആ ഫോൺ കോളിന് പിറകിലുള്ളത് റോക്ക് ആയിരിക്കുമെന്ന്. റോക്കിൻ്റെ ഒരു പ്രസക്തി ഈ ഒരു സ്റ്റോറി ലൈനിൽ യാതൊരുവിധ ആവശ്യവുമില്ലാത്തതാണ്. അപ്പോൾ റോക്കിൻ്റെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും റോക്കായിരിക്കാൻ ഞാൻ ഒട്ടും ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല. രണ്ടാമത്തേത് റാൻഡി ഓർട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ബോബ് ഓർട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ ഉള്ളിലെ യഥാർത്ഥ റാൻഡി ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു എന്നുള്ള നിലയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ബോബ് ഓർട്ടനും കോഡി റോഡ്സിൻ്റെ അച്ഛനായ ഹോൾ ഓഫ് ഫെയിമർ ഡസ്റ്റി റോഡ്സും തമ്മിലുള്ള ഒരു സ്റ്റോറി 90കളുടെ മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയും ഇവിടെ പറഞ്ഞു പോകാൻ സാധിക്കും. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ കുടുംബവും കോഡി റോഡ്സിൻ്റെ കുടുംബവും എന്ന ആ ഒരു ഫാമിലി സ്റ്റോറി അവർക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രംഗങ്ങളാണ് നമുക്ക് ഇന്നലത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ ഇനിയുള്ള സ്മാക്ക് ഡൗൺ എപ്പിസോഡുകളിൽ ഇവരുടെ സ്റ്റോറി മുന്നോട്ടേക്ക് പോകും. ഈ ശനിയാഴ്ചത്തെ സ്മാക്ക് ഡൗണിൽ റാൻഡി ഓർട്ടൻ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വലിയ വർധനവ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 1.4 മില്യൺ വ്യൂവർഷിപ്പിൽ അധികം ഈ ശനിയാഴ്ചത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം കൺഫേം ആയതും റാൻഡി ഓർട്ടൻ, കോഡി റോഡ്സ് തുടങ്ങിയവരുടെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റും സ്മാക്ക് ഡൗണിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ വലിയ സഹായകമായി എന്ന് തന്നെ പറയേണ്ടി വരും. റാൻഡി ഓർട്ടനെ തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്നത് റേറ്റിംഗ്സ് ഉയർത്തുന്നതിൽ വലിയ ഘടകമായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള റാൻഡി ഓർട്ടൻ്റെ വില്ലൻ കഥാപാത്രത്തിലേക്കുള്ള ഒരു റിട്ടേൺ അത് ഇനിയുള്ള സ്മാക്ക് ഡൗൺ എപ്പിസോഡ്സിൻ്റെ റേറ്റിംഗ്സ് നല്ലതുപോലെ ഉയർത്താൻ സാധ്യതയുണ്ട്. 2025 മെയ് മാസത്തിൽ ലഭിച്ച ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിനായിരുന്നു ഇതിനേക്കാൾ മുകളിലുള്ള ഒരു റേറ്റിംഗ് കിട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോൾ ഈ വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയരുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം റാൻഡി ഓർട്ടനെ തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്നത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് റെസ്ൽമേനിയ 42ലേക്ക് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റേറ്റിംഗ്സ് ഇനിയും ഉയരുന്നത് കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇന്നലത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറിനെ വളരെ സിമ്പിളായിക്കൊണ്ട് ഒബാഫെമി ലിഫ്റ്റ് ചെയ്ത് പവർ ബോംബ് എന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിച്ചതാണ്. വലിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ ഒരു സെഗ്മെൻറ്റുകൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് ഒബാഫെമിയുടെ ഭാഗത്ത് നിന്ന് സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിനെതിരെ ഇന്നലത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം നടക്കുകയുണ്ടായി. സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു മൊമെൻറ്റ് നടക്കുകയുണ്ടായി. അതായത് പവർ ബോംബൊക്കെ ചെയ്തതിന് ശേഷം ഒബാഫെമി ഇങ്ങനെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സിമ്പിൾസൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, കൈയൊക്കെ ഉയർത്തി താൻ വളരെ സ്ട്രോങ് ആണെന്നൊക്കെ കാണിക്കുന്ന ഒരു സമയത്ത് ബ്രോക്ക് അദ്ദേഹം വളരെ തളർന്ന രീതിയിൽ ആ ഒരു സമയത്ത് തന്നെ ഒബാഫെമിയോടും ആവശ്യപ്പെടുന്നത് ആ കാലെടുത്ത് തൻ്റെ നെഞ്ചത്തേക്ക് വെക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കാലെടുത്ത് നെഞ്ചത്തേക്ക് വെക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സ്ട്രോങ് ആക്കി ഒബാഫെമിയെ ഒന്നും കൂടി കാണിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടിയാണ്.
അപ്പോൾ ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ സ്ട്രോങ് ആക്കാൻ ഒപ്പോണൻ്റായ ബ്രോക്ക് ലെസ്നറും കൂടി തയ്യാറാകുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ആ ഒരു കാല് തട്ടി മാറ്റിക്കൊണ്ട് ബ്രോക്ക് ലെസ്നർ റിങ്ങിൻ്റെ വെളിയിലേക്ക് പോകുന്നതും ആ ഒരു മൊമെൻറ്റിൽ ഒബാഫെമി നോക്കി നിൽക്കുമ്പോൾ ഒബാഫെമിയുടെ കണ്ണിൽ നിന്ന് നമുക്ക് കണ്ണീര് വരുന്നതായിട്ടും കാണാൻ സാധിച്ചു. അപ്പോൾ ഒബാഫെമി വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്വപ്ന തുല്യമായിട്ടായിരിക്കും ബ്രോക്ക് ലെസ്നറിനെതിരെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കുക. 27 വയസ്സ് മാത്രമേ ഒബാഫെമിയുടെ പ്രായമുള്ളൂ. അപ്പോൾ ബ്രോക്ക് ലെസ്നർ തന്നെ സ്ട്രോങ് ആക്കി കാണിക്കാൻ വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഏതൊരു റെസ്ലറിനെ സംബന്ധിച്ചും അതൊരു ആനന്ദ കണ്ണീരാണ്. അത് നമുക്ക് ഇന്നലെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ഇത് സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു ഭാഗമായിരുന്നു. ബ്രോക്ക് ലെസ്നർ ആ ഒരു കാലെടുത്ത് ഒബാഫെമിയോട് നെഞ്ചത്തേക്ക് വെക്കാൻ പറയുന്ന ആ ഒരു മൊമെൻറ്റ്, അത് ബ്രോക്കിനെ പോലെയുള്ള ഒരു താരം ഒരു ഒപ്പോണൻറ്റിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് കൂടിയിട്ടാണ്. അത് ഇന്നലെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. 4ാമത്തെ അപ്ഡേറ്റ്, ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസ്, CM പങ്ക് തുടങ്ങിയവരുടെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് CM പങ്കിനെ വളരെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ അഭിസംബോധന ചെയ്ത റോമനെ ഒരു പഞ്ച് കൊടുത്ത് പങ്ക് ആക്രമിക്കുന്നതും ഒഫീഷ്യൽസ് വന്ന് പങ്കിനെ പിടിച്ച് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു രംഗത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതല്ല സ്ക്രിപ്റ്റിൽ WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ യഥാർത്ഥ സ്ക്രിപ്റ്റ് പ്രകാരം നടക്കേണ്ടിയിരുന്നത്, അതായത് ഇതിനു മുൻപ് ഇവർ ഫേസ് ടു ഫേസ് വന്നപ്പോൾ മരണപ്പെട്ട റോമൻ്റെ അച്ഛനെ കുറിച്ച് CM പങ്ക് മെൻഷൻ ചെയ്തത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിരുന്നു റോമൻ റെയിൻസ് കൊടുക്കേണ്ടിയിരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ CM പങ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വളർത്ത് മൃഗമായിരുന്നു ലാറി എന്ന് പറയുന്ന നായ. അത് മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു മരണപ്പെട്ട നായയെ സംബന്ധിച്ച്, വളർത്ത് മൃഗത്തെ സംബന്ധിച്ച് റോമൻ റെയിൻസ് വളരെ ഡാർക്കായിട്ടുള്ള ഒരു വാചകങ്ങൾ പറയുന്നതായിരുന്നു യഥാർത്ഥ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. അതായത് മരണപ്പെട്ട തൻ്റെ അച്ഛനെ സംബന്ധിച്ച്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛനെ സംബന്ധിച്ച് പങ്ക് പറഞ്ഞതിന് അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു മൊമെൻ്റാണ് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ അത് വെട്ടിമാറ്റുകയും CM പങ്കിനെ പ്രായമായിട്ടുള്ള ഒരാൾ എന്നുള്ളത് രീതിയിൽ അഭിസംബോധന ചെയ്താൽ മതി എന്നുള്ളതും അതിനെ തുടർന്ന് പങ്ക് റോമനെ പഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ യഥാർത്ഥ സ്ക്രിപ്റ്റിൽ WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ചിലപ്പോൾ ഇനി ഇവരുടെ റോഡ് ടു റെസ്ൽമേനിയ ഭാഗത്തിൽ ഇനി ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ ഉപയോഗിക്കുമോ എന്ന് അറിയില്ല. ഈ ഒരു മൊമെൻറ്റും കൂടി കാണാൻ സാധിച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് റോ എപ്പിസോഡിൽ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. 5ാമത്തെ അപ്ഡേറ്റ്, ഏറ്റവും അവസാനമായി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ TNA റെസ്ലിംഗിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. TNA റെസ്ലിംഗ് പുതിയൊരു നെറ്റ്വർക്കിലേക്ക് ജനുവരി മാസത്തോടു കൂടി കൂടുമാറിയതിന് ശേഷം ഓരോ ആഴ്ച കഴിയുന്നതോറും TNA റെസ്ലിംഗിൻ്റെ റേറ്റിംഗ്സ് നല്ല രീതിയിൽ ഉയർന്നു വരുന്നതാണ്. ഇതുവരെ TNA റെസ്ലിംഗിന് ലഭിച്ച ഏറ്റവും വലിയൊരു വ്യൂവർഷിപ്പ്, ഏറ്റവും വലിയൊരു റേറ്റിംഗ് ആണ് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ എപ്പിസോഡിനെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ താരങ്ങളോ വലിയ മത്സരങ്ങളോ ഒന്നും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും വലിയൊരു വ്യൂവർഷിപ്പ്, നമ്പർ 1 റേറ്റിംഗ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2,59,000 വ്യൂസിൻ്റെ അടുത്തേക്ക് വരെ അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ TNA റെസ്ലിംഗ് പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ യൂറോ സ്പോർട്സ് ചാനലുകളിൽ TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി എപ്പിസോഡ്സും അവരുടെ പേപ്പർ വ്യൂസും ടെലികാസ്റ്റ് ഉണ്ട്. അത് വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലുമായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് WWE സൗദി അറേബ്യയിലേക്കുള്ള ഷോസിൻ്റെ ഒരു ഭാവിയെ സംബന്ധിച്ചാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ WWE മാനേജ്മെൻറ്റ് സൗദി അറേബ്യയിലേക്ക് ഈ ഒരു വർഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ഷോ നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നൈറ്റ് ഓഫ് ചാമ്പ്യൻസോ അല്ലെങ്കിൽ മറ്റ് പേരിലുള്ള ഒരു ഷോ ആണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഷോ നടത്തണമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിലാണ് നിലവിൽ മാനേജ്മെൻറ്റ് നിൽക്കുന്നത്. ഇത് മാത്രമല്ല, റെസ്ൽമേനിയ 43 ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചും അവർ നിലവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് റെസ്ൽമേനിയ 43 അടുത്ത വർഷം 2027 നടക്കുന്നത് എന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധം തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഷോസ് സൗദി അറേബ്യയിൽ തന്നെ കൊണ്ടുപോകണമോ എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ സൗദി അറേബ്യ ഷോകളെ സംബന്ധിച്ച് നിലവിൽ മാനേജ്മെൻറ്റിന് മുന്നിൽ ഇല്ല എന്നുള്ളതും, നിലവിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള പദ്ധതികളിൽ നിന്ന് ചിലപ്പോൾ ഒരു പിന്മാറ്റം നടത്തിയേക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളൊരു റൂമർ റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിലോ വരുന്ന ആഴ്ചകളിലോ നമുക്ക് ലഭിച്ചേക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവെക്കാവുന്നതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.